ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ അന്താരാഷ്ട്ര തലങ്ങളിലേക്കുള്ള ഗൂഢാലോചനയുടെ കഥകളാണ് പുറത്തു വരുന്നത്. അത് നമുക്ക് ഞെട്ടിക്കുന്ന കഥകളാണ്. നമ്മൾ ഇതുവരെ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയുമാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ തുർക്കിയിലാണ് ഇതിന്റെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ മുസാഫർ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹം തുർക്കിയിലാണോ അതോ അഫ്ഗാനിസ്ഥാനിലാണോ? അഫ്ഗാനിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്നു എന്നൊരു വാർത്തയുമുണ്ട്, തുർക്കിയിലുണ്ടെന്നൊരു വാർത്തയുമുണ്ട്. അങ്ങനെ രണ്ട് വാർത്ത സ്ഥിരീകരിക്കാതെ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെതിരെ ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ രാജ്യാന്തര കുറ്റവാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ്. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. കഴിഞ്ഞ ഒക്ടോബർ 19 അവിടെ ജമ്മു കാശ്മീരിൽ പഹൽഗാം പ്രദേശത്ത് ഒരു പോസ്റ്റർ, ജയ്ഷെ മുഹമ്മദിന്റെ ഒരു പോസ്റ്റർ കണ്ടുകൊണ്ട് ആ പോസ്റ്ററിൽ നിന്ന് സംശയം തോന്നിയ പോലീസ് ഓഫീസർ, അവിടുത്തെ SP, അദ്ദേഹം സംശയം തോന്നിയ അദ്ദേഹമാണ് അവിടുത്തെ ആളുകളെ അറസ്റ്റ് ചെയ്ത ഡോക്ടർ ആദിൽ എത്തുന്നതും അവിടെ നിന്ന് അത് ഫരീദാബാദിൽ എത്തുന്നതും അവിടെ നിന്ന് അത് ഡൽഹിയിലേക്ക് വരുന്നതും. അത് വളരെ വലിയ ചെയിനുകളെ പിടിക്കാൻ കഴിഞ്ഞത്. എന്താണ് നമ്മൾ അറിയുന്ന വാർത്ത? ഇന്ത്യയിൽ 4 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ 36 കാർ വാങ്ങി. ഈ 36 കാറുകളിൽ 4 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ 2000 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ 4 നഗരങ്ങളിലാക്കി വച്ചുകൊണ്ട് അതിൽ അയോധ്യയുമുണ്ട്. ഡിസംബർ 6 അയോധ്യയുമുണ്ട്. ഡിസംബർ 6 അയോധ്യ, കാരണം ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തർക്കമുണ്ടല്ലോ, അതിന്റെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ഡിസംബർ 6 അയോധ്യ, പിന്നെ UP, ഡൽഹി, പിന്നെ ഹരിയാന കഴിയുന്നത്. അങ്ങനെ 4 സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട 4 നഗരങ്ങളിൽ, അതിൽ വളരെ പ്രധാനമാണ് ഡൽഹി ഒരു ഫോക്കസ് എന്നുള്ളത്. ഈ 4 നഗരങ്ങളിൽ പിന്നെ ഈ 36 കാറുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ തോതിലാണ് ആക്രമണം പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ തമാശ എന്താണെന്നറിയാവോ? തട്ടമിട്ട വനിതയുമുണ്ട്. ഇവിടെ കേരളത്തിൽ തട്ടമിട്ടാൽ എനിക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിന്ദു, നമ്മുടെ മന്ത്രി ബിന്ദുവിന്റെ പങ്കെടുത്ത യോഗത്തിൽ ഒരു കൊച്ചു മുസ്ലിം പെൺകുട്ടി, പാവമാണ് ആ പെൺകുട്ടിക്ക്, ഇത് എന്താണെന്നറിയില്ല, തട്ടവും അറിയില്ല, ചേലയും അറിയില്ല, ഒന്ന് പറഞ്ഞിട്ട് പാവം മുസ്ലിം പെൺകുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ച് സ്റ്റേജിൽ കയറിയിട്ട് പെൺകുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ബിന്ദു അടുത്ത് നിൽക്കൊണ്ടിരുന്ന മന്ത്രി, 4 വോട്ടിന് വേണ്ടിയിട്ടാണ് ബിന്ദു ഈ പണി ചെയ്യരുത്. എന്തിനാണെന്നറിയാം? ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, തട്ടമിട്ടാൽ കുഴപ്പമുണ്ടോ, തട്ടമിട്ടാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെ എന്തോ പറയുന്നുണ്ട്. അത് വീഡിയോയിൽ അത് ക്ലിയർ അല്ല. അപ്പൊ പെൺകുട്ടി പറയുന്നത്, കുഴപ്പമുണ്ട്, പക്ഷെ കുഴപ്പം നിങ്ങളുടെ കാഴ്ചയ്ക്കാണ്, കാഴ്ചയ്ക്കല്ല, കാഴ്ചപ്പാടിനാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടി, വളരെ എനിക്കൊന്ന് 4ാം ക്ലാസ്സിലെ പഠിക്കും. എന്തിനാണ് ഈ പരിപാടികൾ, അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത്? തട്ടമിടുകയോ തട്ടമിടാതിരിക്കുകയോ അതൊക്കെ സ്വകാര്യമായ കാര്യങ്ങളാണ്. പക്ഷെ തട്ടമിട്ട ഒരു വനിതയും കൂടി, ഒരു ഡോക്ടറും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ മുസ്ലിങ്ങളെ തട്ടമിടുന്നവരെ കുറ്റം പറയാനോ ഒന്നുമല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, ഇസ്ലാം വിശ്വാസികൾപ്പെട്ടവർ, നബിയിൽ വിശ്വസിക്കുന്നവർ ഇത് ചർച്ച ചെയ്യണം. നിങ്ങളുടെ മദ്രസകളിൽ ചർച്ച ചെയ്യണം, നിങ്ങളുടെ പള്ളികളിൽ ചർച്ച ചെയ്യണം, ജമാഅത്തുകളിൽ ചർച്ച ചെയ്യണം, നിങ്ങളെ പിന്നെ എല്ലാ വേദികളിലും ഇത് ചർച്ച ചെയ്യണം, നിങ്ങളുടെ സ്കൂളുകളിൽ ചർച്ച ചെയ്യണം, ഗൗരവമായി ചർച്ച ചെയ്യണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് ചർച്ച ചെയ്യണം. ചുമ്മാ പിന്നെ അബ്ദുള്ളയും അബ്ദുള്ള അവരും ഒക്കെ ചാനലിൽ വന്നിരുന്ന് ഇന്ത്യയെ കുറിച്ചൊക്കെ മെഴുകി മറിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മളെ പിന്നെ മറ്റേ ഗഫൂറൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ വന്നിരുന്ന് ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജനാധിപത്യം, അതൊന്നും മറച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്ത് ഇന്ത്യ പോലുള്ള രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ തുർക്കിയിൽ നടക്കുന്ന ശ്രമങ്ങളെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? ഗാസയിലെ അല്ലെങ്കിൽ ഹമാസിന്റെ, ഗാസയിലെ പാലസ്തീനിലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ സമരം ചെയ്യുമ്പോൾ, ഇവിടെ പിന്നെ ആഹ്വാനം ചെയ്യുമ്പോൾ, ഇവിടെ സമ്മേളനങ്ങൾ, ഗാസയിലെ കുട്ടികൾ കരയുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അതുപോലെ തള്ളി പറയണ്ടേ? തുർക്കിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നോക്കിയാൽ അത് തടയണ്ടേ? നമ്പർ 1. നമ്പർ 2, പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട്, അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് തടയണ്ടേ? ഇത് തടയേണ്ടത് ആരാണ്? ഒന്നാമതായി നിൽക്കേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കാരണം എങ്ങനെ നോക്കിയാലും നാമധാരികളായി വരുന്നത്, ലോകത്തിന്റെ ടെററിസത്തിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് വരുന്നത്, സംഘടനകളുടെ കണക്കെടുക്കുമ്പോൾ ഒരുപാട് സംഘടനകൾ വരുന്നത് മുസ്ലിമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, ഒരു ഡേറ്റയാണ്. അതിൽ മുസ്ലിം സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഒരു പുനർവിചിന്തനം നടത്തണം. ഇവിടെ ഇന്റർപോളിന്റെ സഹായം തേടേണ്ടി വരുന്നു. വനിതകൾ ഇതിനകത്ത് വന്നിരിക്കുന്നു. വൈറ്റ് കോളർ മൊഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നു. വൈറ്റ് കോളർ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടിയെ ഡോക്ടർ ആക്കണമെങ്കിൽ ആ അച്ഛനും അമ്മയൊക്കെ എന്തോരം കഷ്ടപ്പെടും. എത്ര സമ്പന്നരാണെങ്കിൽ പോലും എത്ര രൂപ മാറ്റി വെച്ചാലായിരിക്കും, അല്ലെങ്കിൽ എത്ര ഉറക്കം ഒഴിഞ്ഞിട്ടായിരിക്കും, എത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും ഒരു കുഞ്ഞിനെ ഡോക്ടറാക്കി വളർത്തിയെടുക്കുന്നത്. വലുതാവുമ്പോഴല്ലേ അവൻ ഒറ്റയ്ക്ക് പഠിക്കുന്നത്. കുഞ്ഞുനാളിലെ പഠിപ്പിച്ചെടുക്കണമല്ലോ ഡോക്ടറൊക്കെ ആകണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ
വലിയൊരു സംഘം തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. എഞ്ചിനീയർമാരുടെ സംഘമുണ്ട്, ഫാർമസിസ്റ്റുകളുടെ സംഘമുണ്ട്. ഇനി ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നു. ആ യൂണിവേഴ്സിറ്റിക്കെതിരെ നാക്കിന്റെ അന്വേഷണം വന്നിട്ടുണ്ട്, UGCയുടെ അന്വേഷണം വന്നിരിക്കുന്നു. ആ യൂണിവേഴ്സിറ്റിക്ക് കോഴ്സ് ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അംഗീകാരമില്ല എന്ന് പറയുന്നു. ആ യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായി പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. 70ഓളം പേരെയാണ് അവിടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത്. എന്തിനാണ് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ അവർ അവിടെ ഇത് വളർത്തുന്നത്? എന്തിനാണ്? അവരാരും അറിഞ്ഞില്ലയോ? അവിടെ പിയൂൺ മുതൽ പ്രിൻസിപ്പാൾ വരെയുള്ള ആളുകളുണ്ട്. കോളേജുകളാകുമ്പോൾ, യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലയോ? നിങ്ങളുടെ അവിടെ സ്ഥാപനത്തിൽ ഇങ്ങനെ കുറെ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് സൂക്ഷിക്കുന്നതും, കുറെ ആളുകൾ സ്ലീപ്പർ സെല്ലുകളിൽ ഇരുന്നു കൊണ്ട്, അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ നിങ്ങൾ അറിഞ്ഞില്ലയോ? അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അറിഞ്ഞില്ലയോ? അവരുടെ ഹോസ്റ്റലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്റ്റലിലെ മുറിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുന്നു. പല ഹോസ്റ്റലുകളിലും ക്യാമറയൊക്കെ ഉള്ള കാലമാണല്ലോ. ആരും ഇത് അറിയാതെയാണോ പോയത്? അതോ അറിഞ്ഞിട്ടൊരു മൗനാനുവാദം കൊടുത്തിരിക്കുകയാണോ? നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ, ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ താലിബാൻകാർ വിചാരിച്ചാൽ, ജെയ്ഷെ മുഹമ്മദുകാർ വിചാരിച്ചാൽ, അൽ ഖ്വയ്ദ വിചാരിച്ചാൽ, ആര് വിചാരിച്ചാലും ഇന്ത്യ എന്ന് പറയുന്ന മഹാസാമ്രാജ്യത്തെ എന്നെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ആളുകളെ കൊണ്ടുവരേണ്ടുന്ന നിലയിലേക്ക് നിങ്ങൾ എന്തിനു മാറുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൽ, മുസ്ലിമിൽ ഭീകരവാദികൾ ഉണ്ടെങ്കിൽ, തീവ്രവാദികൾ ഉണ്ടെങ്കിൽ, അത് മതത്തിന്റെ പേരിലാണെങ്കിൽ അത് തള്ളി പറയണം. ഓരോ മുസൽമാനും തള്ളി പറയണം. അതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു. പഹൽഗാമിൽ ഖലീമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പുരുഷന്മാരുടെ വസ്ത്രം മാറ്റി, അവരുടെ അണ്ടർവെയർ വരെ മാറ്റി സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി പലരെയും കൊന്നപ്പോൾ, അങ്ങനെ കൊന്നിട്ട് ഇത് മോഡിയോട് ചെന്ന് പറയാൻ അവിടുത്തെ പെണ്ണുങ്ങളോട്, അവിടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് പറഞ്ഞപ്പോൾ ഇന്ത്യ കരഞ്ഞു, ലോകം കരഞ്ഞു. ആ കരച്ചിലിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു കൗതുകം. ആ കരച്ചിലിൽ ജമ്മു കാശ്മീരിലെ മുസ്ലിം സംഘടനകൾ ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ ധാരാളം മുസ്ലിം സംഘടനകളുള്ള സ്ഥലമാണ് ഹൈദരാബാദ്. അവിടുത്തെ മദ്രസകളിൽ നിന്ന്, ജമാഅത്തുകളിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരുമാണ് തട്ടമിട്ടവരും തട്ടമിടാത്തവരുമായിട്ടുള്ള ആയിരക്കണക്കിന് പേരാണ് പുറത്തിറങ്ങി ജനഗണമനയും വന്ദേ മാതരവും പാടിയത്. അത് നമ്മൾ കണ്ടതാണ് പഹൽഗാമിൽ. ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഇറങ്ങി മുസ്ലിം ഭീകരരെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ പഹൽഗാമിൽ നമ്മളത് കണ്ടു. ആ മുസ്ലിം സമുദായത്തോടും സമൂഹത്തോടും പറയാനുള്ളത്, നിങ്ങൾ ഇത് ചിന്തിക്കണം. ഇത് ഗൗരവമായി ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ ആളുകളെ, അത് പഹൽഗാമിലായാലും എവിടെയായാലും, പഞ്ചാബിനെ വിട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഇന്ത്യ ഓക്കുപോയിട്ട് കാശ്മീരിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. പിന്നെന്തിനാണ് ഇതിൽ വരുന്നത്? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുസ്ലിം സഹോദരങ്ങളാണ് ഈ അവിടെ മരിച്ചുപോയത്. ഈ റെഡ് ഫോർട്ടിന്റെ അടുത്ത് ബിസിനസ് ചെയ്യുകയും സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾ കുറെ മരിച്ചു. എന്തിന് ഈ പരിപാടി ചെയ്യുന്നു? എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളത് ഡോക്ടർ ഉമറിനെ പോലെയുള്ള ആളുകൾ, ഉമറിനെ പിടിക്കപ്പെടുമെന്ന് വന്നപ്പോഴാണ് അങ്ങനെയും ഒരു കഥ കേൾക്കുന്നുണ്ട്. അതായത് ഉമർ സ്ഫോടനത്തിന് തീരുമാനിച്ചില്ല. കാര്യം ചാന്ദിനി ചൗക്കിന്റെ, ഡൽഹിയിലെ ഏറ്റവും ആൾത്തിരക്കുള്ള മാർക്കറ്റായ നമ്മുടെ പാളയമൊക്കെ പോലെ ചാന്ദിനി ചൗക്കിന്റെ, അല്ലെങ്കിൽ കോഴിക്കോട് ചന്ത പോലെയൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ചാന്ദിനി ചൗക്ക്. അതിനകത്തെങ്ങാനും കാറിടിച്ച് കയറ്റിയിരുന്നെങ്കിൽ 10,000 മരിച്ചു പോകുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അതുകൊണ്ട് ഇയാൾ രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് ഇത്. കാരണം രക്ഷപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പിടിക്കുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നപ്പോൾ, സഹപ്രവർത്തകരെല്ലാം പിടിച്ചപ്പോൾ, ആ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് കണ്ടപ്പോഴാണ് ഒമർ ഉള്ള 300 കിലോ സ്ഫോടനം ബാക്കിയെല്ലാം പിടിച്ചു കഴിഞ്ഞു. എടുത്തുകൊണ്ട്, സ്ഫോടക വസ്തുക്കൾ എടുത്തുകൊണ്ട് കാറിൽ ഒരു ദിവസം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച അവസാനം ഡൽഹിയിൽ വൈകുന്നേരം അവിടെ ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാരുടെ 8-10 പേരെ മരിക്കുന്നതിനിടവായത്. ജീവത്യാഗം നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഇനിയും എത്ര മുസ്ലിങ്ങളെ കൊടുക്കണം, എത്ര ഹിന്ദുക്കളെ കൊടുക്കണം, എത്ര ക്രിസ്ത്യാനികളെ കൊടുക്കണം, എത്ര ബുദ്ധന്മാരെ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര സിഖുകാരെ കൊടുക്കണം? ഇതൊന്ന് ഈ ഭൂമിയിൽ നിന്ന് അവസാനിക്കാൻ, ഈ ഭൂമുഖത്ത് നിന്ന് ഭീകരവാദം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതികളായി വരുന്നതിൽ മുസ്ലിങ്ങളുടെ പേര് ഒന്നാമതായി നിൽക്കുന്നു എന്നുള്ളത് ഒരു ചരിത്രമാണ്, ഒരു ഡേറ്റയാണ്. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്, മതവിശ്വാസികളിലാണ്.